ഹായ് ഗായ്സ്, 3 തുടർ തോൽവികൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നു ചെന്നൈയിൻ എഫ്.സിയെ. 3 തോൽവികൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരുമോ എന്ന ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിൽ. 3 മത്സരം തുടർച്ചയായി തോറ്റത് ആരാധകരെ വളരെയധികം നിരാശപ്പെടുത്തി. സോഷ്യൽ മീഡിയയിലും കോച്ച് ഔട്ട് പോസ്റ്റുകൾ കാണാൻ കഴിഞ്ഞു. വലിയ വിമർശനങ്ങളാണ് നടക്കുന്നത്. ടീമിന്റെ പ്രകടനത്തിലെ സ്ഥിരതയില്ലായ്മയാണ് പ്രധാന പ്രശ്നം. ഡിഫൻസിലെ ചെറിയ പിഴവുകൾ പോലും വലിയ വില കൊടുക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഈ മത്സരം ടീമിനും കോച്ചിനും വളരെ നിർണായകമാണ്. വാട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഷുഡ് ചേഞ്ച്? ആദ്യം ഡിഫൻസ് സ്റ്റേബിൾ ആക്കണം. മിഡ്ഫീൽഡിൽ കൂടുതൽ കൺട്രോൾ വേണം. കിട്ടുന്ന അവസരങ്ങൾ ഗോളാക്കണം. ആരാധകരുടെ പിന്തുണ ഇപ്പോഴും ശക്തമാണ്. പക്ഷേ അവർക്ക് ഇപ്പോൾ വേണ്ടത് ടീമിന്റെ വിജയമാണ്. നമ്മളെപ്പോലെ തന്നെ ആദ്യ വിജയത്തിനു വേണ്ടി തേടുന്ന ടീമാണ് CFC. പോയിന്റ് ടേബിളിലും CFC നമ്മുടെ അയൽവാസിയാണ്. ഗായ്സ്, ഇതാണ് CFCയുടെ പ്ലേയിങ് 11 ആൻഡ് ഫോർമേഷൻ. നമ്മുടെ നെക്സ്റ്റ് മാച്ച് പ്ലേയിങ് 11 കോച്ചിന് തന്നെ അറിയുമോ എന്ന് സംശയമാണ്. ഇതുവരെ പെർഫെക്റ്റ് പ്ലേയിങ് 11 കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഓരോ മാച്ചിലും ഡിഫറെന്റ് ഫോർമേഷൻ ആൻഡ് ഡിഫറെന്റ് പ്ലേയേഴ്സ്. സോ ഞാൻ നമ്മുടെ പ്ലേയിങ് 11 പ്രൊഡിക്റ്റ് ചെയ്യുന്നില്ല. ചെന്നൈയിൻ എഫ്.സി ഈസി ഓപ്പോണന്റ് അല്ല. അവർ കൗണ്ടർ അറ്റാക്കിൽ വളരെ അപകടകാരികളാണ്. സെറ്റ് പീസിൽ ശ്രദ്ധിക്കാതെ പോയാൽ ഗോൾ വഴങ്ങാൻ സാധ്യത കൂടുതലാണ്. ഇർഫാൻ ആൻഡ് മാർട്ടിൻ ചേരുന്ന കൗണ്ടർ അറ്റാക്ക് കോംബോ. ആൽബർട്ടോ നോഗ്വേര സെറ്റ് പീസ് ടേക്കിംഗ് ആൻഡ് ചാൻസ് ക്രിയേഷനിൽ ടോപ്പ് ആണ്. സെറ്റ് പീസിൽ അവരുടെ ടാർഗറ്റ് മാൻ എൽസിനോ ആണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോളും അടിച്ചു. പിന്നെ അവരുടെ ഡീപ് ലൈൻ പ്ലേമേക്കർ ബമാമന്റെ കാര്യം പറയേണ്ടല്ലോ. ഈ മാച്ചിലെ കീ ബാറ്റിൽ വിക്ടർ വേഴ്സസ് എൽസിനോ ആയിരിക്കും. ഗായ്സ്, എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമോ അതോ അവർക്ക് ആദ്യ വിജയം നൽകുമോ? കോമെന്റ് ചെയ്യും.